എല്ലാ വേദഗ്രന്ഥങ്ങളിൽ എല്ലാ വേദഗ്രന്ഥങ്ങളിൽ പോലും ഈ ഹണീബിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ആ തേനിൻ്റെ ഉപയോഗം അത് എല്ലാ അസുഖങ്ങൾക്കും ഹീലിംഗ് ആണ് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം നമ്മുടെ പ്രകൃതിക്ക് അതൊരു വളരെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് അത്യാവശ്യമായ ഒരു ജീവിയാണെന്ന് കൂടി അതിൻ്റെ പ്രാധാന്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഓരോ ലെറ്ററും നോക്കാം. ഹണീബിയുടെ ഫസ്റ്റ് ലെറ്റർ എച്ച്. എച്ച് സൂചിപ്പിക്കുന്നത് അവയുടെ ഹാർഡ് വർക്കിംഗ് ആണ്. നമുക്കറിയാം, നമ്മളൊരു യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരുപാട് പ്രിപ്പറേഷൻ ചെയ്യാറുണ്ട് അല്ലേ? അതായത് വലിയൊരു ട്രിപ്പ് പോകുന്നതിന് മുമ്പ് നമ്മൾ അവിടുത്തെ ലൊക്കേഷൻ നോക്കി വെക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനർജി, അതായത് വണ്ടിയിൽ നമ്മൾ പെട്രോള് ഫ്യൂവല് അടിച്ച് ഫുള്ളാക്കാറുണ്ട്. അങ്ങനെ ആ ഒരു പ്രിപ്പറേഷൻ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഹണീബിയെ സംബന്ധിച്ചിടത്തോളം അവർ നെക്ടർ കളക്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ വലിയൊരു ചലഞ്ച് ആയിട്ടാണ് അവർ പോകുന്നത്. കാരണം 1 കിലോ തേൻ സംഭരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അറ്റ്ലീസ്റ്റ് ഒരു 40 ലാക്സ് ഫ്ലവേഴ്സ് എങ്കിലും അവർക്ക് വിസിറ്റ് ചെയ്യേണ്ടി വരും. അത്രത്തോളം തന്നെ കിലോമീറ്ററുകളും ഡിസ്റ്റൻസും അവർ കവർ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക, ആ ഒരു യാത്ര പുറപ്പെടുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു ചലഞ്ചാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ തയ്യാറെടുക്കുന്നതിന് മുമ്പ് തന്നെ അവരൊരു ഓറിയന്റേഷൻ ഫ്ലൈറ്റ് നടത്താറുണ്ട്. അതായത് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഒരു ലൊക്കേഷനൊക്കെ ഒന്ന് അവയർനെസ്സിന് വേണ്ടിയിട്ട്, ഒരു പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഓറിയന്റേഷൻ ഫ്ലൈറ്റ്. അങ്ങനെ ഒരു നെക്ടർ കളക്ട് ചെയ്യാൻ വേണ്ടി യാത്ര പുറപ്പെട്ടു. വിവിധങ്ങളായ ഫ്ലവേഴ്സുകൾ അവർ പിന്നെ പോയി നെക്ടർ എടുക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു അത്ഭുതകരമായ ഒരു കാര്യം, ഒരു തേനീച്ച ഒറ്റ പ്രാവശ്യം മാത്രമേ ഒരു പൂവിൽ നിന്ന് നെക്ടർ കളക്ട് ചെയ്യുള്ളൂ. പിന്നെ അതിനുശേഷം വേറൊരു തേനീച്ചയും അതിൽ നിന്ന് നെക്ടർ എടുക്കാറില്ല എന്നുള്ളത്. അതായത് അത് നമ്മളെ സൂചിപ്പിക്കുന്നത് അവർ ശുദ്ധവും പരിശുദ്ധവുമായ തേൻ മാത്രമേ അവർ കളക്ട് ചെയ്യാറുള്ളൂ. രണ്ടാമത് വേറൊരു തേനീച്ച പോയിട്ട് ആ പൂവിൽ നിന്ന് നെക്ടർ കളക്ട് ചെയ്യില്ല എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ വേറൊരു അത്ഭുതകരമായ ഒരു കാര്യം, പ്രകൃതി എത്രമാത്രമാണ് ഇവർ സംരക്ഷണം കൊടുക്കുക എന്നുള്ളത്. കാരണം ഒരു പൂവിൽ നിന്ന് നെക്ടർ കളക്ട് ചെയ്യുന്ന സമയത്ത് ആ പൂവിന് യാതൊരുവിധ പ്രശ്നവും കോട്ടവും തട്ടാത്ത രീതിയിലാണ് അവർ നെക്ടർ കളക്ട് ചെയ്യുന്നത്. കാരണം അവരുടെ ആ ഭാരം പൂർണ്ണമായിട്ട് അവരുടെ ചിറകുകളിൽ ഫോക്കസ് ചെയ്ത് ആ പൂവിന് യാതൊരുവിധ കേടുപാടുകൾ പറ്റാത്ത രീതിയിലാണ് നെക്ടർ കളക്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ അത് പിന്നെ പോളനും അതിനോടൊപ്പം തന്നെ അവരുടെ ബോഡിയിലുള്ള ഹെയർസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ഹെയർസിൽ ആ പോളൻ അവർ കളക്ട് ചെയ്ത്, അതുപോലെ തന്നെ അവരുടെ ലെഗിൽ ഒരു പോളൻ ബാസ്ക്കറ്റ് കൂടിയുണ്ട്. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ബാക്കിയുള്ള സസ്യങ്ങളിൽ കൂടി ഇത് പരാഗണം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത് പരാഗണത്തിന് വേണ്ടി ഈ പോളൻ വിതരണം ചെയ്തിട്ടാണ്. അതായത് അവർ സൊസൈറ്റിക്ക് എത്രമാത്രം പരിസ്ഥിതിക്ക് പ്രകൃതിക്ക് എത്രമാത്രം സഹായം ചെയ്യുന്നു എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ രണ്ടാമത് അവരുടെ ഈ തിരിച്ചു വരുന്നത് ഓവർലോഡുമായിട്ടാണ് അവർ തിരിച്ചു വരുന്നത്. കാരണം അവരുടെ ശരീരത്തിൻ്റെ ഭാരത്തേക്കാൾ ഒരു പകുതിയോളം ഭാരം ഇവർ നെക്ടർ ഇവരുടെ അബ്ഡോമനിൽ കളക്ട് ചെയ്ത്, അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം കുറേ മൾട്ടി ടാസ്ക് ആയിട്ടുമാണ് തിരിച്ചു വരുന്നത്. കാരണം ഇവർ പോയ റൂട്ട് അവർക്ക് കണ്ടുപിടിക്കണം. കാരണം ഇത്രയും കിലോമീറ്റർ പോയിട്ട് തിരിച്ചു വരിക, അതേ റൂട്ടിൽ കൂടെ തന്നെ തിരിച്ചു വരിക എന്നുള്ളത് ഒരു വലിയൊരു ടാസ്ക്. പിന്നെ അതുപോലെ തന്നെ ഈ ലോഡ് വഹിച്ചു കൊണ്ട് വരുന്നത്, പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ഈ ഓരോ സെക്കൻഡിലും ഈ ചിറകുകൾ അടിക്കുന്നത് ഒരു 200 ടൈംസ് ആണ്. അപ്പോൾ അതോടൊപ്പം തന്നെ, അതായത് എത്രമാത്രം സ്പീഡിലാണ് അവർ ആ ഒരു ചിറകുകൾ ചലിപ്പിക്കുന്നത് എന്ന് കൂടി ചിന്തിക്കണം. അപ്പോൾ ഒരു സൗണ്ട്, ആ ചിറകുകൾ ചലിപ്പിക്കുന്ന സൗണ്ടാണ് നമ്മൾ പലപ്പോഴും തേനീച്ചകളുടെ സൗണ്ട് കേൾക്കാറ്. അങ്ങനെ ആ എല്ലാ കാര്യവും കോൺസെൻട്രേറ്റ് ചെയ്ത് ഇവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഇവർ എത്തിച്ചേരുക എന്നുള്ളത് വലിയൊരു ടാസ്ക്കാണ്. അപ്പോൾ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരുക എന്നുള്ളത് മനുഷ്യന് വലിയൊരു പാഠമാണ്. നമുക്ക്, അതായത് എത്ര പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരുക എന്നുള്ളത്. പിന്നെ മൂന്നാമത്തെ ഈ ഹാർഡ് വർക്കിലെ മൂന്നാമത്തെ പോയിന്റ്, ഇവർ പോകുന്ന സമയത്ത് സദാസമയം ഇവരുടെ കൂട്ടിൽ എപ്പോഴും ക്യൂനുണ്ടായിരിക്കും. ആ റാണി തേനീച്ചയെ സംരക്ഷിക്കുന്നതിനും
പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ബാക്കിയുള്ള വർക്കേഴ്സ് തേനീച്ച കൂട് സംരക്ഷിക്കുന്നതിന് വേണ്ടിയും സദാസമയം കാവൽ സന്നദ്ധമായിട്ട് വർക്കേഴ്സ് ഹണിബി ഒരു കാവൽക്കാരായിട്ട് അവിടെ ഉണ്ടാവും. പിന്നെ ഇവരുടെ പ്ലാനിങ് എന്ന് പറയുന്നത് നമുക്ക് അടുത്ത ലെറ്ററിൽ കാണാം. ഹണിബിയുടെ രണ്ടാമത്തെ ലെറ്ററാണ് O എന്ന് പറയുന്നത്, ഓർഗനൈസേഷൻ. H ഹാർഡ് വർക്ക്, O ഓർഗനൈസേഷൻ. എല്ലാവർക്കും വോയിസ് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് സർ. ഓക്കെ, താങ്ക് യു. ഓക്കെ. O ഓർഗനൈസേഷൻ. നമുക്കറിയാം, ഒരു സ്ഥാപനം റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ എംപ്ലോയീസിൻ്റെ പ്രാധാന്യം നമുക്കറിയാം. അവർക്ക് കറക്റ്റായിട്ട് ഒരു ജോബ് പ്രിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ കമ്പനി വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും. അതുപോലെ തന്നെയാണ് ഹണീബിയുടെ കാര്യത്തിൽ അവരുടെ വർക്കേഴ്സിൻ്റെ ഡിസിപ്ലിനും അവരുടെ കൃത്യനിഷ്ഠതയും റെസ്പോൺസിബിലിറ്റിയും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഹണീബി 3 തരത്തിലാണ് ഹണീബി ഉള്ളത്. ഒന്ന്, ക്യൂന്, നേരത്തെ പറഞ്ഞു ക്യൂവിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എഗ്ഗ് ഇടുക എന്നുള്ളതാണ്. അവർ ഓരോ മണിക്കൂറിലും 5 or 6 എഗ്ഗ് ഇടും. അപ്പോൾ ഒരു ഡെയിലി ആകുമ്പോൾ ഏകദേശം ഒരു 2000 എഗ്ഗെങ്കിലും അവർ ഇട്ടിരിക്കും. അപ്പോൾ അവരുടെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ അവരുടെ കമ്മ്യൂണിറ്റിയെ നിലനിർത്തിക്കൊണ്ടു പോവുക, തലമുറകളെ വാർത്തെടുക്കുക എന്നുള്ളതാണ്. പിന്നെ ക്യൂനിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അവർക്ക് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഗന്ധി സ്മെല്ല് പുറപ്പെടുവിക്കും. ആ ഒരു ഗന്ധി പുറപ്പെടുവിക്കുന്നതിലൂടെ ബാക്കിയുള്ള ഹണീബിക്കും ആ ഒരു ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുക ഈ ക്യൂൻ പുറപ്പെടുവിക്കുന്ന സ്മെല്ലിലൂടെയാണ്. പിന്നെ ആ ഒരു കൂട്ടിലെ ഫുൾ റെസ്പോൺസിബിലിറ്റിയും ഈ ക്യൂൻ റാണി തേനീച്ചയ്ക്കാണ്. അതായത് തേനീച്ചയുടെ ലൈഫിൽ നിന്ന് തന്നെ നമുക്ക് പഠിക്കാം, ഒരു സ്ത്രീകൾക്ക് സമൂഹത്തിൽ കുടുംബത്തിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അതൊരു മാതൃകയാണ്. പിന്നെയുള്ളത് വർക്കേഴ്സാണ്. വർക്കേഴ്സ് ഹണിബി ജനിക്കുമ്പോൾ മുതൽ തന്നെ അവരുടെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ചെറിയ ചെറിയ വർക്കേഴ്സ് ഹണിബി കൂട്ടിലെ ക്ലീനിങ് ജോലികളെല്ലാം സ്റ്റാർട്ട് ചെയ്യുകയും പിന്നെ കുറച്ചുകൂടെ വലുതായാൽ അവർ ലാർവയെ സംരക്ഷിക്കുക, പിന്നെ കുറച്ചുകൂടി ഒരു വലിയ സ്റ്റേജിലായി കഴിഞ്ഞാൽ അവർക്ക് പ്രോപ്പറായിട്ടൊരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതായത് നെക്ടർ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന വർക്കേഴ്സ് ഹണീബി ഇവർക്കൊരു കമ്മ്യൂണിക്കേഷനിലൂടെ, അതായത് വാഗിൽ ഡാൻസ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്, എത്രമാത്രം ദൂരം ഒരു നെക്ടർ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി എത്രമാത്രം ദൂരം ഇവർ സഞ്ചരിക്കണം, പിന്നെ അത് അവരുടെ ഒരു 8 ഷേപ്പിലാണ്, ഇങ്ങനെ ഒരു 8 ഷേപ്പിലാണ് ഇവർ കറങ്ങുന്നത്. അപ്പോൾ സൂര്യൻ്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ടാണ് ഇവർ യാത്ര പോകുന്നത്. അപ്പോൾ ഏത് ഡയറക്ഷനിലാണോ കറങ്ങുന്നത്, ഇപ്പോൾ ലെഫ്റ്റിലേക്കാണ് കറങ്ങുന്നത്, സൂര്യൻ ലെഫ്റ്റ് ഡയറക്ഷനിലാണ്. പിന്നെ എത്ര പ്രാവശ്യം ഇവർ ഈ 8 കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ അത്രമാത്രം ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും ഫാസ്റ്റിലായിട്ട് ഇവർ കറങ്ങുന്ന സമയത്ത് ഇവർക്ക് അത് ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു പ്രത്യേക സെൻസറി സിസ്റ്റം അവർക്കുണ്ട്. അത് പിന്നെ നമുക്ക് അവരുടെ ഹെയറി കോമ്പൗണ്ട് ഐസ് നമുക്ക് അടുത്ത സെക്ഷനിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇവരുടെ വർക്ക്. പിന്നെ രണ്ടാമത്തത് ഉള്ളത് ഇവരുടെ ഡ്രോൺസ് ആണ്. ഡ്രോൺസ് എന്ന് പറയുന്നത് മെയിൽ ഹണീബിയാണ്. അത് റീപ്രൊഡ്യൂസിന് വേണ്ടി സഹായിക്കുക. പിന്നെ ഇവരുടെ ആയുസ് എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. അതായത് ഒരു വർക്കേഴ്സ് ഹണീബിയും ഡ്രോൺസൊക്കെ വെറും 5 to 6 വീക്സ് മാത്രമേ ജീവിച്ചിരിക്കുന്നുള്ളൂ. പക്ഷേ ആ കുറഞ്ഞ സമയത്താണെങ്കിൽ പോലും ഇവരുടെ ആ സൊസൈറ്റിക്ക്, ഇവരുടെ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുന്ന പിന്നെ സർവീസ് എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കൽ പോലും അവർ വെറുതെ ഇരിക്കുന്നില്ല. അതായത് വളരെ കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്നവരാണ്. പിന്നെ അതിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളത് ക്യൂനാണ്. ക്യൂൻ ഏകദേശം ഒരു 2 to 3 year വരെ ജീവിച്ചിരിക്കാറുണ്ട്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഹണീബിയുടെ അടുത്ത ലെറ്റർ നാവിഗേഷനാണ്. നാവിഗേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെല്ലാം ഈ ഒരു അധിക കാലമൊന്നും ആയിട്ടില്ല ഈ പിന്നെ ഗൂഗിൾ മാപ്പൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. അവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പിന്നെ മനുഷ്യൻ്റെ ആവിർഭാവ കാലഘട്ടം മുതലേ തേനീച്ച എന്ന് പറയുന്ന ജീവി ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അന്ന് മുതൽ നമ്മളെപ്പോഴും പറയും മനുഷ്യൻ അഡ്വാൻസ്ഡ് ടെക്നോളജി യൂസ് ചെയ്യുന്ന
ആളുകളാണ് എങ്കിൽ പോലും ഇതുപോലെയുള്ള ചെറിയ ജീവികൾ ആ കാലഘട്ടം മുതലേ ഈ പ്രകൃതി തന്നെ ഇവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു സെൻസറി പിന്നെ അഡ്വാൻസ്ഡ് ടെക്നോളജി ആ ജീവികൾ പോലും യൂസ് ചെയ്യുന്നുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ഇവരുടെ നാവിഗേഷൻ. അതായത് സൂര്യനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇവർ സഞ്ചരിക്കുന്നത്. പിന്നെ പലപ്പോഴും സൂര്യൻ മേഘാവൃതമാണെങ്കിൽ ഇവർക്ക് കാണാൻ കഴിയില്ല എന്ന് ഇവരുടെ ആ കണ്ണിൻ്റെ ഒരു പ്രത്യേക ലെൻസ്, അതായത് പോളറൈസ്ഡ് ലെൻസ് ഇവർക്കുണ്ട്. അത് വെച്ചിട്ട് ഇവർക്ക് സൂര്യനെ കാണാൻ കഴിയും. ആ ദിശ അനുസരിച്ചിട്ട് ഇവർ സഞ്ചരിക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെ ഈ കോമ്പൗണ്ട് ഐയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനുഷ്യൻ്റെ കണ്ണിന് ഇപ്പോൾ നമ്മളൊരു ഫിലിം കാണുകയാണെങ്കിൽ അത് ഒരു പർട്ടിക്കുലർ സ്പീഡിൽ മൂവ് ചെയ്യണമെങ്കിൽ നമുക്കത് നമ്മളുടെ മെമ്മറിയിൽ അത് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഹണീബിയെ സംബന്ധിച്ചിടത്തോളം എത്ര ഫാസ്റ്റിൽ അത് മൂവ് ചെയ്താൽ പോലും, അതായത് മനുഷ്യൻ്റെ കണ്ണിനേക്കാളും ഒരു 300 ടൈംസ് കപ്പാസിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. കാരണം അത്രയ്ക്കും സ്പീഡിൽ ഇവർ യാത്ര ചെയ്യുമ്പോൾ പോലും ഇവർ ആ ഒരു ലൊക്കേഷനെ ലാൻഡ്മാർക്ക് ഒരു പോയിന്റ് ചെയ്ത് അത് ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മൾ സർവൈലൻസ് ക്യാമറ ഇന്നത്തെ പോലും വെല്ലുന്ന അഡ്വാൻസ്ഡ് ടെക്നോളജി യൂസ് ചെയ്യുന്നവരാണ് ഈ ഹണീബി എന്ന് പറയുന്ന അവരുടെ കോമ്പൗണ്ട് ഐയുടെ പ്രത്യേകത. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ. പിന്നെ ഹണീബിയുടെ അടുത്ത ലെറ്റർ ഇ, എഫിഷ്യൻസി. എഫിഷ്യൻസി എന്ന് പറയുമ്പോൾ അതും മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് ഹണീബിയെ സംബന്ധിച്ചിടത്തോളം. അവരുടെ കൂട് നിർമ്മാണം. ഹണീബിയുടെ കൂട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഹണീബിയുടെ കൂട് ഒരു ഹെക്സഗൺ ഷേപ്പിലാണ്. അതായത് 6 ഭുജങ്ങൾ അതിനുണ്ടായിരിക്കും. നമ്മളൊരു മോഡേൺ ആർക്കിടെക്ചർ ഒരു വീട് നിർമ്മിക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന് റിസോഴ്സ് യൂട്ടിലൈസേഷൻ, 2 സ്പേസ് ഒപ്റ്റിമൈസേഷൻ, 3 സ്റ്റോറേജ് കപ്പാസിറ്റി. നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കുന്ന കാര്യമാണ് ഇത്. ഹണീബിയെ സംബന്ധിച്ചിടത്തോളം ഈ 3 കാര്യങ്ങൾ അവർ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടാണ് വീട് നിർമ്മിക്കുന്നത്. വീട് നിർമ്മാണത്തിൽ എല്ലാവരും ഒരേപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ഫസ്റ്റത്തെ റിസോഴ്സ് യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഇവർ വാക്സ് അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വാക്സ് ഉപയോഗിച്ചിട്ടാണ് കൂട് നിർമ്മിക്കുന്നത്. ആ കൂട് നിർമ്മാണത്തിൽ വാക്സ് വളരെ കുറഞ്ഞ മിനിമം ആയിട്ട് യൂസ് ചെയ്ത് ഒരുപാട് അറകൾ സെല്ലുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. പിന്നെ ഈ ഓരോ സെല്ലിൻ്റെയും ഇടയിൽ ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ അതായത് അതായത് അതിൻ്റെ വോളിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് വളരെ തിന്നായിട്ടായിരിക്കും അവർ നിർമ്മിക്കുന്നത്. അതായത് ഒരുപാട് വാക്സ് യൂസ് ചെയ്യാതെ അത് തിന്നായിട്ട് നിർമ്മിച്ചിട്ട് പരമാവധി സ്റ്റോറേജ് കപ്പാസിറ്റി കൂട്ടിയെടുക്കാൻ കഴിയും. അവരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഹണി കാലാകാലത്തേക്ക് വേണ്ടി ഫുഡായിട്ട് സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ വളരെ കുറഞ്ഞ കാലഘട്ടം മാത്രം ജീവിക്കുള്ളെങ്കിൽ പോലും ഇനി വരാൻ പോകുന്ന ഒരു തലമുറയ്ക്ക് കൂടി അവർ സമ്പാദിച്ച് വയ്ക്കുക എന്നുള്ളതും നമുക്കൊരു പാഠമാണ്. അതായത് നമ്മൾ സമ്പാദിക്കാതെ തന്നെ നമ്മൾ വരുന്ന തലമുറയ്ക്ക് ഭക്ഷണമായിട്ടും ഇത് സ്റ്റോർ ചെയ്യുക എന്നുള്ള ഒരു പാഠമാണ് അവിടെ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. പിന്നെ സ്പേസ് ഞാൻ നേരത്തെ പറഞ്ഞു, അത് പിന്നെ സ്റ്റോറേജിന് വേണ്ടിയിട്ട് അവർ ആ അറകളിലേക്ക് തീരെ ഗ്യാപ്പില്ലാതെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇങ്ങനെ ഇവരുടെ എൻജിനീയറിങ് നിർമ്മാണം നമുക്ക് വളരെ വലിയൊരു മാതൃകയാണ്. പിന്നെ അടുത്ത എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇവരുടെ എനർജി യൂട്ടിലൈസേഷനാണ്. ഇവർ നെക്ടറെല്ലാം കളക്ട് ചെയ്ത് തിരിച്ചു വരുമ്പോൾ ബാക്കി എനർജി ഇവർ യൂസ് ചെയ്യുന്നത് അവരുടെ കൂട്ടിലുള്ള ടെമ്പറേച്ചർ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതായത് ഇവർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ചിറകുകൾ അടിച്ചിട്ട് കളക്ട് ചെയ്യുന്ന നെക്ടറിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ അത് ഇവാപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തന്നെ പിന്നെ കൂട്ടമായിട്ട് ഈ ചിറകുകൾ ശക്തമായിട്ട് അടിച്ച് അതിൽ ഹണിയെ കട്ടിയുള്ള രൂപത്തിൽ അവർ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ പ്രിസർവേഷൻ അതൊരു കെമിക്കൽ ട്രാൻസ്ഫോർമേഷൻ മെത്തേഡാണ്. അവരുടെ പിന്നെ മൗത്തിൽ
ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈം ഈ നെക്ടറായിട്ട് കണക്ട് ചെയ്തിട്ട് ഹണി ഉണ്ടാകുന്ന പിന്നെ ഉണ്ടാകുന്ന ആ രൂപമാണ് ഹണി എന്ന് പറയുന്നത്. അങ്ങനെ ആ എൻസൈം മൗത്ത് എൻസൈം നെക്ടറായിട്ട് സംയോജിപ്പിച്ച് ഹണി രൂപത്തിൽ ഒരു കെമിക്കൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് ആ രൂപത്തിൽ സൂക്ഷിക്കുന്നു. ഇത് അവരുടെ പ്രിസർവേഷൻ മെത്തേഡാണ്. പിന്നെ അടുത്തത് ഇവരുടെ യൂത്ത്ഫുൾനെസ് ആണ്. വൈ റെപ്രസെന്റ് ചെയ്യുന്നത് യൂത്ത്ഫുൾനെസ്. നമുക്കറിയാം ഇന്നത്തെ തലമുറ നമ്മുടെ ഒരുപാട് യുവതലമുറകൾ ഒരുപാട് കാര്യത്തിലായിട്ട് ടൈം വേസ്റ്റ് ചെയ്യുകയും പല കാര്യത്തിൽ അഡിക്റ്റ് ആവുകയും ചെയ്യുമ്പോൾ ഈ ഹണിബി നമുക്ക് നൽകുന്ന സന്ദേശം, അവരെപ്പോഴും ചെറുപ്പം മുതൽ മരണം വരെ ഒരു യുവാക്കളുടെ ആവേശം പോലെ എന്തൂസിയാസ്റ്റിക് ആയിട്ട് അവർ വർക്ക് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവർ വെറുതെ ഇരിക്കുന്നില്ല. നമുക്കതൊരു വലിയൊരു പാഠമാണ്. ഏതൊരു ഏജ് കൺസിഡർ ചെയ്യാതെ തന്നെ നമുക്ക് നോളജ് അപ്ഡേറ്റ്, അവർ എപ്പോഴും നോളജ്, അവർ ഈ ഭൂമി ലോകത്തുള്ള ഒരു എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് തന്നെ അവരുടെ നോളജ് അപ്ഡേഷനാണ്. നമ്മളിപ്പോൾ ചെയ്യുന്നത് പോലെ നമ്മൾ എത്ര പ്രായം ആയാലും നമ്മളുടെ ഏജ് കൺസിഡർ ചെയ്യാണ്ട് മരണം വരെ നമ്മൾ നോളജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു വലിയൊരു സന്ദേശം ഈ അണീബി നമുക്ക് തരികയാണ്. അതുപോലെ പോസിറ്റീവ് എനർജി കൊടുക്കുക, മോട്ടിവേഷൻ കൊടുക്കുക. ഇവരുടെ ആ ഒരു ട്രെയിനിങ് സിസ്റ്റമൊക്കെ നമുക്ക് ഭയങ്കര യുവാക്കൾക്ക് പിന്നെ വളർന്നു വരുന്ന വർക്കേഴ്സ് ഹണീബിക്ക് കൊടുക്കുന്ന ആ ഒരു ട്രെയിനിങ് ഒക്കെ യുവാക്കൾക്ക് ഒരു പോസിറ്റീവ് എനർജി, വളർന്നു വരുന്ന ഹണീബിക്ക്, വർക്കേഴ്സ് ഹണീബിക്ക് കൊടുക്കുന്ന ഒരു പോസിറ്റീവ് എനർജി, മോട്ടിവേഷനും അത്രയും ദൂരം പറക്കാനുള്ള ആ ഒരു കഴിവൊക്കെ ഇവർ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ട്രെയിനിങ് കൊടുക്കുക. ഇവിടെ നമുക്ക് നൽകുന്ന മറ്റൊരു സന്ദേശം ഷെയറിങ് നോളജ് എന്നുള്ളതാണ്. നമുക്ക് കിട്ടുന്ന നോളജ് മറ്റുള്ളവർക്കും കൂടെ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളത് സമൂഹത്തിന്, ഒരു സൊസൈറ്റിക്ക് അതുകൊണ്ടൊരു ഗുണം ഉണ്ടാകുന്ന എന്നുള്ളൊരു സന്ദേശം കൂടി. പിന്നെ അടുത്ത പോയിന്റ് ബി ആണ്, ബ്രേവറിയാണ് സൂചിപ്പിക്കുന്നത്. ഇവരുടെ പിന്നെ ധീരത എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ രാജ്യത്ത് പട്ടാളക്കാർ എങ്ങനെയാണോ നമ്മളെ ബോർഡറിൽ നിന്ന് നമ്മളെയും നാടിനെയും സംരക്ഷിക്കുന്നത്, അതുപോലെ തന്നെ ഹണീബി അവരുടെ കൂടിനെയും ബാക്കിയുള്ള അതിലെ ജീവികളെയും സംരക്ഷിക്കുന്നത് ഒരു കാവൽക്കാർ പോലെയാണ്. സദാസമയവും സജ്ജരാണ് അവർ. അതായത് എത്ര വലിയ ശത്രുക്കൾ വന്നാലും നേരിടാനുള്ള ഒരു കപ്പാസിറ്റി അവർക്കുണ്ട്. അതിനു വേണ്ടിയിട്ട് അവരുടെ ശരീരത്തിൽ തന്നെ ഒരു സ്റ്റിങ്ങേഴ്സ്, നമുക്ക് നിങ്ങൾ പലരെയും ഒരുപക്ഷെ തേനീച്ച കുത്തിയിരിക്കും അല്ലേ? കുത്തിയിട്ടുണ്ടോ ആരെങ്കിലും? ഓക്കെ, ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഓക്കെ. തേനീച്ച കുത്തിയിട്ടുണ്ട്. അതെ അതെ. അപ്പോൾ തേനീച്ച അവരുടെ അബ്ഡോമിനിൽ പിന്നെ പിൻഭാഗത്തായിട്ട് ഇരിക്കുന്ന ഒരു സ്റ്റിങ്ങേഴ്സ് ഉപയോഗിച്ചിട്ടാണ് കുത്തുന്നത്. അവർ ഒരിക്കലും അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവൻ അവിടെ നഷ്ടപ്പെടുകയാണ്. ഈ ഒരു കാര്യം അവർക്ക് അറിയാമെങ്കിൽ പോലും, അതായത് ഒരു പ്രാവശ്യം അവർ നമ്മളെ കുത്തിക്കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കൊമ്പ് നമ്മളുടെ ബോഡിയിലേക്ക് അത് വരികയും അപ്പോൾ അതില്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ അവരുടെ ജീവൻ അവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പോൾ സ്വന്തം ജീവൻ ബലിയർപ്പിച്ചിട്ട് പോലും അവർ അവിടെ സംരക്ഷണം കൊടുക്കുകയാണ്. പിന്നെ വേറൊരു ടെക്നിക്ക് അവർ ഉപയോഗിക്കുന്നത് അതിനെ ഹീറ്റ് ബോൾ ടെക്നിക്ക് എന്ന് പറയും. അതായത് ഈ കൂട്ടമായിട്ട് കടഞ്ഞലുകൾ അവരെ ആക്രമിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇവർ ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ഫെറോമോൺസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ യൂസ് ചെയ്യുകയും ഈ ഇൻഫർമേഷൻ കേട്ടിട്ട് ആയിരക്കണക്കിന് തേനീച്ചകൾ കൂട്ടമായിട്ട് വരികയും ഒരു സൈന്യത്തെ പോലെ വരികയും ഒരു ബോൾ സിസ്റ്റം പോലെ ഇവരെല്ലാവരും ആ കടഞ്ഞൽ കൂട്ടത്തെ ആക്രമിക്കുക. അതായത് ഒരു ബോൾ രൂപത്തിൽ വന്നിട്ട് എല്ലാ തേനീച്ചകളും ഒരുമിച്ച് വന്നിട്ട് അവർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി അവരുടെ ആ ഒരു ചിറകുകൾ ശക്തമായിട്ട് അടിച്ചിട്ട് ഒരു 47 ഡിഗ്രിയിൽ സെൽഷ്യസിൽ അതിൻ്റെ ഉള്ളിൽ ഹീറ്റ് ചെയ്യും. അങ്ങനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ആ ചൂടിൻ്റെ കാഠിന്യത്താൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അങ്ങനെ കടഞ്ഞലുകൾ ആ ചൂട് കൊണ്ട് അവിടെ നശിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അവർ ശത്രുക്കളെ നേരിടുന്നത്. ഒരു വലിയൊരു അത്ഭുതം തന്നെയാണ്. പിന്നെ ഏറ്റവും സെക്കൻഡ് ലാസ്റ്റ് ആണ്. എന്ന് പറയുന്നത് എവല്യൂഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു മില്യൺ ഇയേഴ്സ്, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവരുടെ എക്സിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളത്.
പല സ്റ്റഡികളിലും പറയുന്നത് ഈ കടഞ്ഞലിന്റെ ഒരു പരിണാമമായിട്ടാണ് ഈ ഹണി ബി രൂപപ്പെട്ടത് എന്നാണ്. അതിൽ എത്രമാത്രം ആധികാരികത ഉണ്ടെന്ന് അറിയില്ല. അങ്ങനെ ഒരു സ്റ്റഡി കണ്ടിട്ടുണ്ട്. അതായത് ഇവർക്ക് സസ്യബുക്കായ കടഞ്ഞൽ, ഇവർ നെക്ടറും പോളൻ മാത്രം, അതായത് ആ ഒരു ഭക്ഷണം മാത്രമാണ് ഇവർ ഭക്ഷണമായിട്ട് സ്വീകരിക്കുന്നത്. അങ്ങനെ ഇവർക്ക് ബോഡിയിൽ ഹെയർ ഡെവലപ്പ് ചെയ്യുകയും അതുപോലെ ലെഗിൽ പോളൻ ബാസ്ക്കറ്റ് ഉണ്ടാവുകയും അങ്ങനെ ഒരു ജീവിയായിട്ട് വന്നതാണ് ഹണീബി എന്ന് പറയപ്പെടുന്നു. പിന്നെ കാലാകാലമായിട്ടുള്ള ഇവരുടെ ആ ഒരു എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഏത് സാഹചര്യത്തിലാണെങ്കിൽ പോലും അവർ ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന് പറയുന്നത് വളരെ അത്ഭുതമാണ്. കാരണം ഭൂമിയിൽ ഒരുപാട് ഡെവലപ്മെൻറ്റും കാര്യങ്ങളും വന്നിട്ട് പോലും ഇവരതെല്ലാം ആ ഒരു ഇൻഫർമേഷൻസ് നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്പ് അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെ അവരുടെ ആ മാപ്പും അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ചിട്ട് പിന്നെ മൂവ് ചെയ്യാനുള്ള, പഠിക്കാനുള്ള ഇവരുടെ ആ ഒരു സന്നദ്ധതയാണ് ആ ഒരു എക്സിസ്റ്റൻസിൻ്റെ കാലഘട്ടം. പിന്നെ നമ്മൾ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു കടമ എന്ന് പറയുന്നത് അവർക്ക് വേണ്ടിയിട്ടുള്ള ആവാസ വ്യവസ്ഥ ഒരുക്കി കൊടുക്കുക. ഹണീബിയുടെ പറ്റുമെങ്കിൽ ഹണീബി ഒരു എന്താ പറയുക തൊഴിലായിട്ട് സ്വീകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് ഒരുപാട് അതിൻ്റെ പിന്നെ തേൻ അങ്ങനെ എടുക്കുന്ന വലിയൊരു എന്താ പറയുക ഒരു ബിസിനസ്സായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിസ്ഥിതിയുടെ സന്തുലനാവസ്ഥയ്ക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. പ്രശസ്ത സയൻറ്റിസ്റ്റ് നമുക്കറിയാം, ആൽബർട്ട് ഐൻസ്റ്റീനൊക്കെ ഒരിക്കൽ പറയുണ്ടായി, ഭൂമി ലോകത്ത് ഇവ അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ വെറും 4 വർഷക്കാലം മാത്രമാണ് നമ്മുടെ ഈ ലോകത്ത് നിലനിൽപ്പുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഭൂമിയുടെ നിലനിൽപ്പിന് അത് ഏറ്റവും അത്യന്താപേക്ഷിതമാണെന്ന് ആ ഒരു വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ അവസാനത്തെ ലെറ്റർ എക്സലൻസ് ആണ്. എക്സലൻസ് എന്ന് പറയുമ്പോൾ എൻ്റയർ ലൈഫിൽ അവരുടെ എല്ലാ ആക്ടിവിറ്റീസുകളും വളരെ എക്സലൻ്റ് ആയിട്ടാണ് അവർ അത് നമുക്കൊരു ന്യൂനത പോലും പറയാൻ കഴിയില്ലാത്ത രീതിയിൽ ആ ഒരു ചെറിയ ജീവി അത്രമാത്രം അവരുടെ ടീം വർക്കായാലും പിന്നെ അവരുടെ കൺസ്ട്രക്ഷൻ, എൻജിനീയറിംഗ്, ടെക്നോളജി, ഡിസിപ്ലിന്, അതുപോലെ തന്നെ സർവീസ് മെൻറ്റാലിറ്റി, ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി, പിന്നെ അവർ ടീം ലീഡേഴ്സിനെ, നമുക്കൊരു ടീം ലീഡേഴ്സ് ഉണ്ടാകുമ്പോൾ ടീമിന് ഒരു ലീഡർ ഉണ്ടാകും, ആ ലീഡറെ ഫോളോ ചെയ്യുക, റെസ്പെക്റ്റ് ചെയ്യുക, പിന്നെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ എക്സലൻ്റ് ആയിട്ട് ആണ് ഇവർ പ്രവർത്തിക്കുന്നത്. അതാണ് ഈ ഹണീബിയുടെ ഈ 8 ലെറ്ററിൻ്റെ എക്സ്പ്ലനേഷന്. എച്ച് ഹാർഡ് വർക്കിംഗ്, O ഓർഗനൈസേഷൻ, N നാവിഗേഷൻ, E എഫിഷ്യൻസി, Y യൂത്ത്ഫുൾനെസ്, B ബ്രേവറി, E എവല്യൂഷൻ, E എക്സലൻസ്. അപ്പോൾ അത് ക്ലിയറായി കാണുമെന്ന് കരുതുന്നു. പിന്നെ ഇതിൻ്റെ ഒരു തേനിൻ്റെ ബെനിഫിറ്റ് കൂടി ജസ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. തേൻ നമ്മുടെ വീടുകളിൽ, എല്ലാവരുടെയും വീടുകളിൽ സൂക്ഷിക്കുന്ന ഒരു ഔഷധമാണ്. ഇത് ആയുർവേദത്തിലായാലും മോഡേൺ മെഡിസിൻ ആയാലും മരുന്നുകളിൽ ഉൾപ്പെടുത്താറുണ്ട്. നമ്മുടെ വീടുകളിൽ ചെറിയ ഒരു പിന്നെ ചുമ, പനി, അതുപോലെ തൊണ്ടവേദനയൊക്കെ വരുമ്പോൾ നമ്മളൊരു ടീസ്പൂൺ ഹണി കഴിക്കാറുണ്ട്. അത് നമുക്കൊരു ഫസ്റ്റ് റെമഡി എന്നുള്ള രീതിയിൽ പലപ്പോഴും നമ്മുടെ അസുഖത്തിന് ഒരു ഹീലിംഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതായത് പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഇതാണ് ഹണി എന്ന് പറയുന്നത്. പിന്നെ ആൻറ്റിസെപ്റ്റിക് കൂടിയാണ്. പിന്നെ മുറിവുകൾ, അതായത് ബാക്ടീരിയ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഹണിയിലുണ്ട്. ഇപ്പോൾ മുറിവ്, അതേപോലെ തന്നെ ബേണ് തുടങ്ങി ഉണ്ടാവുമ്പോൾ നമുക്ക് ഹണി പരറ്റി കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ഒരു ആശ്വാസം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ചർമ്മ രോഗങ്ങൾ, സ്കിൻ ഡിസീസസ്, ഡൈജസ്റ്റീവ് പ്രോബ്ലംസിനൊക്കെ നമ്മൾ ഹണി ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഹണിക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് എന്നുള്ള കാര്യം കൂടി എല്ലാവർക്കും അറിയാം, എങ്കിൽ കൂടി അവർ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രകൃതിയിലുള്ള ഈ ചെറിയ ചെറിയ ജീവിക്ക് പോലും ഇത്രയും പ്രാധാന്യം, ഇമ്പോർട്ടൻസും ഉണ്ടപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം
പറയേണ്ട കാര്യമില്ലല്ലോ. ബാക്കി അപ്പം അതിനെക്കുറിച്ചുള്ള ഒരു പഠിക്കാനുള്ള ചെറിയൊരു സ്പാർക്ക് എന്നുള്ള രീതി മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് ഇനി പ്രകൃതിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ചിന്തിക്കാനും ഒക്കെ ഈ ഒരു ക്ലാസ് ഉപകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് നന്ദി, നമസ്കാരം. നിങ്ങളുടെ അനുഭവങ്ങളും ആഡ്സുകളൊക്കെ ഷെയർ ചെയ്യാം. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. വളരെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ഹണി ബീയെ പറ്റിയും ഹണിയെ പറ്റിയും ഒക്കെ പറഞ്ഞതും ഇൻഫാക്റ്റ് ഓരോ ലെറ്ററും വെച്ച് പറഞ്ഞത് വളരെ ഇഫക്റ്റീവ് ആയിരുന്നു. കാരണം ശരിക്കും നമുക്ക് അവരിൽ നിന്ന് എന്തൊക്കെ പഠിക്കാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളെ അത് ശരിക്കും ക്ലിയർ ആയിട്ട് അത് മനസ്സിലാക്കാൻ പറ്റി. ഈ തേനീച്ച കുത്തിയിട്ടുണ്ടോന്ന് ചോദിച്ചിട്ടില്ല. തേനീച്ച എന്നെ കുത്തിയിട്ടില്ല. തേനീച്ച ആക്ച്വലി എനിക്ക് വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടായിരുന്ന സമയത്ത് ഒരു ചട്ടി അവിടെ ഒഴിഞ്ഞിരുന്നതിനകത്ത് ഇവര് വന്ന് കൂട് വെച്ചു. എന്നിട്ട് ചെറുതേനായിരുന്നു അത്. എന്നിട്ട് ഈ കുഞ്ഞ് ഇത് കുറെ നാൾ കഴിഞ്ഞപ്പം ഈ തേനീച്ച അവിടെ പറക്കുന്ന കണ്ടുകൊണ്ടാണ് മനസ്സിലായി ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പൊ പിന്നെ ഞാൻ അതിന്റെ തേൻ എടുക്കാനായിട്ട് ഈ ഒരു സാധനം നമ്മൾ തലയിൽ കൊണ്ട് ഇടുന്ന ഒരു തൊപ്പി പോലത്തെ ഒരു സാധനമുണ്ട്. അപ്പൊ അതിങ്ങനെ നമ്മൾ കവർ ചെയ്യും. അതെ അതെ ആ അതെ. അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ അത് മേടിച്ചു. അതിനുവേണ്ടി ഞാൻ അത് മേടിച്ച് അത് വെച്ചിട്ടാണ് ആ തേൻ എടുത്തത്. പക്ഷേ ഇറ്റ്സ് എ ഗ്രേറ്റ് ഫീലിംഗ്. നമ്മുടെ വീട്ടിൽ ആ തേനുള്ളപ്പോൾ നമ്മൾ അത് എടുത്തിട്ട് നല്ല പ്യുവർ ആയിട്ടുള്ള ഹണി നമുക്ക് കിട്ടുമ്പോഴത്തേനെ വളരെ അതെ അതെ. നല്ലൊരു കാര്യമാണ്. ഈ തേൻ ഒരു 3000 വർഷമൊക്കെ ചീത്തയാകാതിരിക്കുമെന്നാണ് പറയുന്നത്. അതെ ഇങ്ങനെ അതെ അതെ. ഡാമേജ് ആകാതിരിക്കും. സോ ഇവര് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഈ തേൻ നമുക്ക് എടുത്തു തരുന്നത്. തീർച്ചയായിട്ടും അത് നമ്മൾ അതെ അതെ. നല്ല നല്ല ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. ജസ്റ്റ് ലൈക്ക് ഐ ഹാവ് ഓൾസോ ഹെർഡ്, ജസ്റ്റ് ലൈക്ക് യു സെഡ്, ഇവരില്ലെങ്കിൽ നമ്മുടെ ലോകം താമസിയാതെ ഇല്ലാതാകുമെന്നുള്ളതും കേട്ടിട്ടുണ്ട്. സോ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ് ഇവര്. ആൻഡ് അവർ അതെ നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അവരെ പ്രിസർവ് ചെയ്യേണ്ടതും അത് നമുക്കും ബെനിഫിറ്റ് ആണ്. അതെ അവരുടെ സ്പീഷീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പം ഈ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഐ എം ഷുവർ യു ഹവ് ഡൺ എ ലോട്ട് ഓഫ് റിസർച്ച്. അത് നല്ല ഫ്ലോയിൽ തന്നെ അതെല്ലാം പറഞ്ഞു തന്നു. സോ താങ്ക് യു വെരി മച്ച്. എക്സലന്റ് സെഷൻ. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു കേട്ടോ. താങ്ക് യു സോ താങ്ക് യു. മച്ച്. ഗുഡ് മോർണിംഗ് റസാഖ് സാർ. വെരി ഗുഡ് മോർണിംഗ് ലോസ്മ. നല്ല സെഷൻ ആയിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒരു ഡിസ്കവറി ചാനലിന്റെ 1 മാസത്തെ എപ്പിസോഡ് സാർ അരമണിക്കൂറിൽ എടുത്തു. അത്രയും വിവരങ്ങൾ ഉണ്ടായിരുന്നു. കണ്ടന്റ് റിച്ച് ആയിരുന്നു. നല്ല സ്ട്രക്ചേർഡ് ആയിട്ട് തന്നെ സാറ് പറഞ്ഞു. പിന്നെ സാറ് പറഞ്ഞ പോലെ പ്രകൃതി നമുക്ക് എന്നും ഒരു അത്ഭുതമാണല്ലോ, ഒരു പാഠപുസ്തകമാണല്ലോ. അതെ അതെ അപ്പം അതിനെയൊക്കെ കേട്ടപ്പോൾ ഒത്തിരി ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ എന്നെ സംബന്ധിച്ചൊരു 95% കാര്യങ്ങൾ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതായിരുന്നു. അപ്പൊ അത്രയും നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയ ഒരു സെഷൻ തന്നതിന് ഒരുപാട് നന്ദി. പിന്നെ ഇത്രയും വിവരങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു ക്ലാസ് അരമണിക്കൂർ എടുക്കാന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ നല്ല എഫേർട്ട് സാർ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ എഫേർട്ടിനെ വളരെയധികം അഭിനന്ദിക്കുകയാണ്. ഇനിയും നല്ല സെഷൻസ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു ലോസ്മ. അത് എടുത്തു പറയേണ്ടതാ കേട്ടോ. ഞാനും ഈ ഹണീബിയുടെ ഓരോ ലെറ്റർ വെച്ച് പറയുന്നു പറഞ്ഞപ്പം പിന്നെ ഈ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വിചാരിക്കുകയും ചെയ്തു ഇത് കുറേയേറെ കവർ ചെയ്യാൻ ഉണ്ടായിരിക്കുമല്ലോ, അരമണിക്കൂറിനകം തീർക്കാൻ ഒരു ടാസ്ക് ആയിരിക്കുമല്ലോ എന്ന്. ബട്ട് യു ആർ ഏബിൾ ടു ഫിനിഷ് ഇറ്റ് ഇൻ ഹാഫ് ആൻ അവർ. സോ ദാറ്റ് ഇറ്റ് അതെ സെൽഫ് അതെ ഈസ് അതെ. കാരണം ഇത് കമൻഡബിൾ. ഉം, ഇത് പിന്നെ BSc സുവോളജിയിൽ ഒരു സബായിട്ട് പഠിപ്പിക്കുന്നുണ്ട് MG യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ അത് അത്രമാത്രം വലിയൊരു ബുക്കാണ്. അത് നമുക്ക് കവർ ചെയ്യാന്നുള്ളത് ഭയങ്കര ഒരു ചലഞ്ച് തന്നെയാണ്. അപ്പോൾ വളരെ ഷോർട്ടായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഏഹ്, അതൊരു ചലഞ്ചായിരുന്നു ശരിക്കും. ഈ ഒരു പ്ലാറ്റ്ഫോമില് എടുക്കാൻ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ചെറിയ രീതിയിൽ, ഐ മീൻ ചെറിയ സമയത്ത് അത്യാവശ്യം വേണ്ട ഫുൾ കാര്യങ്ങൾ കവർ ചെയ്തു. സോ ഹാറ്റ്സ് ഓഫ് ടു യു. വെരി ഗുഡ്. ഗുഡ് മോർണിംഗ് സർ. ഹായ്, ഗുഡ് മോർണിംഗ് ഷജിലമ്മ. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. കുറേയൊക്കെ നേരത്തെ മാം പറഞ്ഞ പോലെ തന്നെ പുതിയ അറിവുകൾ കുറെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോന്ന് പറയുമ്പോഴും കുറെ ചിന്തിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇതിൽ നിന്നും ഹണി ബീയുടെ കാര്യം മാത്രമല്ല, നമ്മുടെ ലൈഫായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ നമ്മൾക്കും എന്താണ് ഫോളോ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു.
അതുപോലെ നല്ല എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഇത്ര സമയം കൊണ്ട് ഇത്രയും വലിയൊരു ടോപ്പിക് ഞങ്ങൾക്ക് വേണ്ടി പ്രസന്റ് ചെയ്തതിന് കൺഗ്രാറ്റുലേഷൻസ്, താങ്ക് യു. വളരെ നല്ല പ്രസന്റേഷനും നല്ലൊരു കണ്ടന്റും. താങ്ക് യു സർ. താങ്ക് യു ഷജിലമ്മ. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു എന്ന് തോന്നുന്നു. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞോ? ആണെന്ന് തോന്നുന്നു. ഫീഡ്ബാക്ക് ഗ്രൂപ്പിൽ ഇടത്തേ ഉള്ളായിരിക്കും. അതെ, ഓക്കെ. സർ നല്ല സെഷനായിരുന്നു. കുറേ കാര്യങ്ങൾ പറഞ്ഞ സമയം കൊണ്ട് അത് മനോഹരമായിട്ട് തന്നെ പറഞ്ഞു. താങ്ക് യു സർ. താങ്ക് യു റൌഫ് സർ. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? സർ താങ്ക് യു വെരി മച്ച് സാർ. ഈ സെഷൻ കേൾക്കാൻ വേണ്ടി ഞാനിപ്പം രണ്ടാമതാണ് ഈ കയറുന്നത്. കാരണം ഈ ഒരു പ്രോഗ്രാം സാർ നേരത്തെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും അതിനകത്തുനിന്ന് എനിക്ക് അങ്ങോട്ട് ഫുള്ള് കേൾക്കാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് അത്ര മനസ്സിലായില്ല. പക്ഷെ ഇത് ഈ സെക്ഷൻ ഉണ്ടാവുക കേൾക്കാൻ വേണ്ടി കുറച്ചുകൂടി വിശദമായിട്ട് പഠിക്കാനും വേണ്ടിയാണ്. ഈ സെക്ഷനെ പറ്റി നേരത്തെ ഭയങ്കര അഭിപ്രായമായിരുന്നു പല ഗ്രൂപ്പ് നേരത്തെ എടുത്തിരുന്നൊരു ഗ്രൂപ്പുകളിൽ. അപ്പൊ അതുകൊണ്ട് വീണ്ടും രണ്ടാമത് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് കയറിയതാണ്. എന്തായാലും വളരെ സൂപ്പർ പ്രോഗ്രാമാണ് സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വസീം സർ. നേരത്തെ എവിടെ എടുത്തു? മോർണിംഗ് സർക്കിളിൽ തന്നെ എടുത്തോ നേരത്തെ? അല്ല, വേറൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അതിൽ മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. ആണോ? ഇവിടുത്തെ ഒരു ഇച്ചിരി ഭാഗം നമ്മൾ മിസ് ചെയ്ത് പോയെന്ന് തോന്നുന്നു, റെക്കോർഡിങ് ഇട്ടപ്പോഴത്തേന് അല്ലേ? അതന്നെ, ചെറിയൊരു ഭാഗം മാത്രം, ചെറിയൊരു ഭാഗം, ഇൻട്രൊഡക്ഷൻ മാത്രം. ഇൻട്രൊഡക്ഷൻ. എനിവേ ദാറ്റ് ഈസ് ഓൾസോ കമൻറ്റബിൾ. ഒരിടത്ത് നേരത്തെ ഒന്ന് ചെയ്തതാണ്, പക്ഷെ കുറച്ചുകൂടെ അത് ഈ ഒരു അതും അരമണിക്കൂറായിരുന്നോ? അതെ, അരമണിക്കൂറായിരുന്നു. അപ്പം ഇവിടെയും അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റിയത് നല്ല കാര്യം. വെരി ഗുഡ്. ഐ എം ഷുവർ ദാറ്റ് കേൾക്കുന്നവർക്കൊക്കെ നല്ല പ്രയോജനമുള്ള ഒരു കാര്യം തന്നെയാണ്. എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷൻ തന്നതിന് വീണ്ടും താങ്ക്സ് പറയുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടായിരിക്കട്ടെ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? സജന മാം ഇല്ലായിരുന്നോ? സജന മാമിനെ കണ്ടില്ലല്ലോ. സജന മാം മഴയാണ്, അപ്പൊ മഴ ഇടി, അപ്പൊ അതാണ് എന്നെ ഏൽപ്പിച്ചത്. എവിടെയായി മഴ ഇടി? എവിടെയാ? തൃശ്ശൂര്. ഷജില, നല്ല മഴയാണോ? ഓ, നല്ല മഴ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്ന് കുറഞ്ഞ്, ഇപ്പൊ മാറി. ഇടിമിന്നലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നല്ല മഴയാന്ന് പറഞ്ഞിട്ട്. അതാ, നിങ്ങൾക്ക് ഭാഗ്യമുണ്ടായി. ഞങ്ങൾക്ക് ആക്ച്വലി ഇവിടെ എറണാകുളത്ത് ഇന്നലെ രാത്രിയിൽ ഇച്ചിരി മഴ പെയ്തോന്ന് ചോദിച്ചാൽ പെയ്തു. അങ്ങനെ വലിയ മഴയൊന്നും ഇല്ല, ചെറിയതായിട്ട് ഇടിയൊക്കെ കേട്ടു. പക്ഷെ എന്നാലും ഈ ചൂടൊന്ന് കുറയത്തക്കോലുള്ള മഴയൊന്നും അങ്ങനെ അങ്ങോട്ട് പെയ്തില്ല. ഈ ഒരു ടൈമായ നല്ലൊരു കൂളിംഗ് വന്നിട്ടുണ്ട് എന്തായാലും. ഓ, ഗുഡ് ഫോർ യു. അത് കേട്ടിട്ട് ഞങ്ങൾക്ക് കൂളിംഗ് തോന്നുന്നു കേട്ടോ. സജന മാമിന് എന്തോ കറണ്ട് ഇല്ല, ഫോണിൽ ചാർജ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചപ്പോ അതാണ് ഞാൻ കയറിയത്. ഓക്കെ, താങ്ക് യു. നാളെ വീണ്ടും കാണാം. താങ്ക് യു. എല്ലാവർക്കും ഫീഡ്ബാക്ക് തന്നവർക്കും പങ്കെടുത്തവർക്കും ഒരുപാട് നന്ദി.